വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഇന്നത്തെ ദിവസം മൊത്തം പണി കിട്ടിയ ദിവസം കേട്ടോ. എനിക്ക് മോനെ ട്യൂഷനും ആക്കണം, എനിക്ക് അമ്പലത്തിലും പോകണം. അങ്ങനെ ഞാനും കൂടെ പോയി കേട്ടോ. അവരും കയറി അമ്പലത്തിൽ. ചാത്തന്നൂർ ചേനമറ്റത്ത് മഹാദേവ ക്ഷേത്രം, പ്രകൃതി രമണീയമായ ഒരു അമ്പലമാണ് കേട്ടോ. അവിടെ സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്ങും അതും ഇതും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഡെയിലി വരുന്നൊരു ക്ഷേത്രമാണേ. കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരു സന്തോഷം തോന്നും മനസ്സിന്. അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചു, പൂജകളൊക്കെ ചെയ്തു. കുറേ നേരം അവിടെ തന്നെ നടക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു സുഖമാണ്. അമ്പലത്തിൽ ഒരു എന്താ പറയുക, ചുറ്റും വയലും ഒക്കെ ആയിട്ട് നടുക്കാണ് കേട്ടോ ഒരു അമ്പലം. അമ്പലത്തിലെ പൂജയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ഇളയ മോനെയും കൂട്ടി യോഗയുടെ പരിപാടിക്ക് പോകണമായിരുന്നു പാരിപ്പള്ളിയിൽ. സ്കൂട്ടറിൽ പോകുമായിരുന്നേ, അപ്പോഴത്തേക്കും പണി കിട്ടി. വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു, നടു റോഡിൽ വീണു. അത് കഴിഞ്ഞ് ആ വഴി പോയ ഒരു പയ്യൻ എന്തായാലും ഹെൽപ്പ് ചെയ്തു കേട്ടോ. വണ്ടിയിൽ പെട്ടിയാട്ടയിലൊക്കെ കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചു. പിന്നെ ഞാനും കയറി കേട്ടോ പെട്ടിയാട്ടയിൽ. നിവർത്തികേട് അത് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. പിന്നെ അവിടെ പോയി വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കി ഉച്ച കഴിഞ്ഞ് വണ്ടി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ആ സമയത്ത് തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഓണാഘോഷ പരിപാടിക്ക് പോയി. ഇതാണ് ഞങ്ങളുടെ യോഗയുടെ ടീച്ചർ. നല്ല പരിപാടിയായിരുന്നു, എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു കേട്ടോ. ഒരുപാട് ബാച്ചിലെ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരെയും തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു, കുറച്ച് പേരെ അറിയത്തുള്ളായിരുന്നു. എങ്കിലും എൻ്റെ വണ്ടിയുടെ കംപ്ലൈൻറ്റും തിരിച്ചെങ്ങനെ പോകുന്ന ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഓർത്ത് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ പരിപാടിക്കും ഞാനൊന്നും കയറിയൊന്നുമില്ലേ. മറ്റുള്ളവർ പരിപാടി ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ട് അവിടെ ഞാനും മോനും കൂടെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നല്ലൊരു ഓണസദ്യയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ടീച്ചർ ഒരുക്കിയിരുന്നത്. എല്ലാ കറികളും ഒക്കെ കൂട്ടി 2 കൂട്ടം പായസവും എല്ലാ ബോളിയും എല്ലാം ചേർത്ത് നല്ലോണം ഫുഡൊക്കെ കഴിച്ചേ. ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാനും മോനും തിരിച്ചങ്ങ് വീട്ടിൽ വന്നേ. ബസ്സിലാണ് വന്നത് കേട്ടോ. പക്ഷേ ഈ സ്കൂട്ടറിൽ പോയി ബസ്സിൽ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് മൊത്തം തലവേദനയായിരുന്നേ. തലവേദനയായതുകൊണ്ട് നീ ഒന്നും രാത്രി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് തന്നു കേട്ടോ. അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു, മോൻ പോയി വാങ്ങിച്ച് രാത്രി നമ്മളത് കഴിച്ചു. എങ്കിലും ഈ സ്കൂട്ടറിൽ തന്നെ ഒരുപാട് വർഷമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് കുറേ ഒരു 10, 30, 40 കിലോമീറ്റർ വരെയുള്ള യാത്രകളെല്ലാം ഞാൻ സ്കൂട്ടറിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ബസ്സിൽ പെട്ടെന്ന് പോയപ്പോൾ മൊത്തം തലവേദനയും ഛർദിലും ഒക്കെ ആയിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയെങ്കിലും മരുന്നൊക്കെ കഴിച്ച്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടാറ്റാ.